ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ ഡിസൈർഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ്. ഒരു ഡിസൈർഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയുടെ സെയിൽസ് നടത്തണം? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ CVP അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്തത്. CVP അനാലിസിസ് ആൻഡ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. അപ്പോൾ അതിൽ എന്താണ് CVP അനാലിസിസ്, എന്താണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്? ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ സ്വാഭാവികമായിട്ടും PV റേഷ്യോയും അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ പോയിൻ്റൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസും. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിന് നമ്മൾ എടുത്ത ടോപ്പിക്കാണെന്ത്, സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ ഡിസൈർഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ്. ഒരു ഡിസൈർഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയുടെ സെയിൽസ് നടത്തണം എന്നുള്ള പ്ലാനിങ് ആണ് അതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ എങ്ങനെയാണിത് കിട്ടുകയെന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ്, ഒരു പ്രോബ്ലമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇത് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഞാൻ പ്രോബ്ലം വായിക്കാം. പ്രോബ്ലം എന്ന് പറയുന്നത് പേജ് നമ്പർ 231 231 ഇല്ലസ്ട്രേഷൻ 22 ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് PV ratio, break-even sales and sales required to earn a profit of rupees 50,000. അപ്പോൾ PV ratio കാണണം, break-even sales കാണണം, then sales required to earn a profit of rupees 50,000. 50,000 രൂപ പ്രോഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ എത്രയാണ് സെയിൽസ് വരിക എന്നുള്ള ടോപ്പിക്കാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇനി പ്രോബ്ലത്തിൻ്റെ ബാക്കി ഭാഗമെന്ന് പറയുന്നത് സെയിൽസ് rupees 5 lakh, വേരിയബിൾ കോസ്റ്റ് rupees 3 lakh, ഫിക്സഡ് കോസ്റ്റ് rupees 1 lakh. ഇത്രയാണ് ഡീറ്റെയിൽസ് ഉള്ളത്. ദെൻ ഇതിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് PV റേഷ്യോ കാണാം. PV റേഷ്യോയിൽ ആദ്യം തന്നെ നമുക്കറിയാം, ഇക്വേഷൻ എഴുതി വയ്ക്കാം. PV ratio is equal to contribution divided by sales into 100. PV ratio എന്ന് പറയുന്നത് സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് കോൺട്രിബ്യൂഷൻ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് PV റേഷ്യോ. അപ്പോൾ PV റേഷ്യോ അവിടെ എഴുതി വയ്ക്കുക, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ദെൻ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു S മൈനസ് V, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. ആ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് 5 lakh ആണ്, 3 lakh ആണ് വേരിയബിൾ കോസ്റ്റ്. 5 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് 2 ലക്ഷം രൂപയാണ് കോൺട്രിബ്യൂഷൻ കിട്ടുക. ഇനി PV റേഷ്യോ കാണാൻ വേണ്ടി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. PV റേഷ്യോ ഈസ് ഈക്വൽ ടു 2 lakh ഡിവൈഡഡ് ബൈ 5 lakh ഹോൾ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 40%. 40% നമ്മുടെ PV റേഷ്യോ എന്ന് പറയുന്നത്. ബി പോയിൻ്റ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ബ്രേക്ക് ഈവൻ സെയിൽസ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഫിക്സഡ് കോസ്റ്റിനെ PV റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 1 lakh. PV റേഷ്യോ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ്, 40% ആണ് PV റേഷ്യോ. അപ്പോൾ 1 lakh ഡിവൈഡഡ് ബൈ 40%, 40/100. അപ്പോൾ 1 lakh ഇൻറ്റു 100 ഡിവൈഡ് ബൈ 40 വരും, ഈസ് ഈക്വൽ ടു rupees 2,50,000. 2,50,000 രൂപയാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത്. ഇനി സി പോയിൻ്റ് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് rupees 50,000. 50,000 രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽപ്പന നടത്തണം, എത്ര രൂപയ്ക്കാണ് സെയിൽസ് നടത്തേണ്ടത്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സെയിൽസ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഇത് സാധാരണ എക്സാമിനേഷന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, തിരിച്ചും ചോദിക്കാറുണ്ട്. സെയിൽസ് പോലെ തന്നെ എന്താണ് പ്രോഫിറ്റ്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് അറ്റ് എ ഗിവൺ റേറ്റോ അല്ലെങ്കിൽ ലെവൽ ഓഫ് സെയിൽസും ചോദിക്കാറുണ്ട്. രണ്ടും ചോദിക്കാറുണ്ട്, രണ്ടും കുട്ടികൾ പഠിച്ചു വയ്ക്കേണ്ടതാണ്. അപ്പോൾ സെയിൽസ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഹോൾ ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്, പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് നമുക്കിവിടെ 50,000 രൂപയാണ് പ്രോഫിറ്റ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ 1 lakh plus 50,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. പി വി റേഷ്യോ എന്ന് പറയുന്നത് 40% ആണ്. അപ്പോൾ 40% അതവിടെ എഴുതുക. ദെൻ അത് സോൾവ് ചെയ്യുമ്പോൾ 3 lakh rupees 3,75,000 3,75,000 രൂപയാണ് നമ്മുടെ സെയിൽസ് റിക്വയർഡ് എന്ന് പറയുന്നത്. അപ്പോൾ 3,75,000 സെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും? 50,000 രൂപ പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാം. 3,75,000 രൂപയുടെ സെയിൽസ് ഉണ്ടെങ്കിൽ 50,000 രൂപ പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ദെൻ ഇല്ലസ്ട്രേഷൻ 23 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 232 തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ കോസ്റ്റിംഗ് റെക്കോർഡ്സ് ഓഫ് എ മാനുഫാക്ചറിങ് കമ്പനി. ഒരു കമ്പനിയുടെ കോസ്റ്റിംഗ് റെക്കോർഡിൽ നിന്ന് ഉള്ള ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത് 2 പീരീഡിലേക്കാണ് തന്നിട്ടുള്ളത്. പീരീഡ് 1, പീരീഡ് 2. ആദ്യം സെയിൽസ് പീരീഡ് 1 2 lakhും പീരീഡ് 2 3 lakhും ആണ്. അടുത്തത് പ്രോഫിറ്റാണ്. പീരീഡ് 1 20,000ഉം പീരീഡ് 2 40,000ഉം. കാൽക്കുലേറ്റ് ഒന്നാമത്തെ പോയിൻ്റ് പി വി റേഷ്യോ, രണ്ടാമത്തെ പോയിൻ്റ് ഫിക്സഡ് കോസ്റ്റ്, മൂന്നാമത്തെ പോയിൻ്റ് ബ്രേക്ക് ഈവൻ പോയിൻ്റ്. 4 പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ rupees 2,50,000 2,50,000 രൂപ സെയിൽസ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ്? അപ്പോൾ 2 ഇക്വേഷൻ അവിടെ പഠിക്കാൻ പറ്റും. 5 സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് rupees 45,000 45,000 രൂപ എന്താണ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയുടെ സെയിൽസ് നടത്തണം? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ ആദ്യം ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് പി വി റേഷ്യോ ആണ്. പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു, ഇവിടെ 2 ഫിഗേഴ്സ് തന്നിട്ടുള്ള കാരണം കൊണ്ട് തന്നെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എന്ന് മാറ്റണം. അന്ന് തന്നെ ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ നമ്മൾ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്നുള്ളത് ചെറിയൊരു മാറ്റം വന്നു. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് എന്നായി. മാത്രമല്ല 2 ഫിഗേഴ്സ് തന്നിട്ടുള്ള കാരണം കൊണ്ട് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഹോൾ ഇൻറ്റു 100 എന്നായി. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് നോക്കുക കുട്ടികൾ. ആദ്യത്തെ പീരീഡിൽ 20,000 രൂപ, രണ്ടാമത്തെ പീരീഡിൽ 40,000 രൂപ. അപ്പോൾ ചേഞ്ച് വന്നിട്ടുള്ളത് എത്രയാണ്? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. ചേഞ്ച് ഇൻ സെയിൽസിൻ്റെ ഡിഫറൻസ് എടുക്കുക. 2 lakh ആൻഡ് 3 lakh ആണ്. അപ്പോൾ അവിടെ 1 lakh ഹോൾ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 20%. ഇതാണ് ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്തെ ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ്. ഇനി കോൺട്രിബ്യൂഷൻ എങ്ങനെ കാണാം? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു 20% എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ആണെങ്കിലും അത് തന്നെയാണ് നമ്മൾ എടുക്കുക. 20% ഓൺ സെയിൽസ്. 20% ഓൺ സെയിൽസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സെയിൽസ് ആദ്യത്തെ വർഷത്തെ എടുക്കുക. 2 lakh ആണ്. $20,000 into 2 is equal to 40,000 ആണ് കോൺട്രിബ്യൂഷൻ. മൈനസ് പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് 20,000 ഈസ് ഈക്വൽ ടു നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൻ്റെ വാല്യൂ എത്രയാണ്? 20,000.
ഇതാണ് ഫിക്സഡ് കോസ്റ്റ്. അടുത്തത് ഇത് നമുക്ക് എന്താണ്? പി വി റേഷ്യോ. രണ്ടായിട്ടായി. മൂന്നാമത്തെ ഐറ്റം ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് ബി പി ഈസിക്കൽ ടു. ബി പി നമുക്ക് പല ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് ഫിക്സഡ് കോസ്റ്റും പി വി റേഷ്യോ ഒക്കെ വെച്ച് ചെയ്യായിരിക്കും ബെറ്റർ. എങ്ങനെയാണെങ്കിൽ ചെയ്യാം കേട്ടോ. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് എത്രയാ? ഫിക്സഡ് കോസ്റ്റ് 20,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ 20% ആണ്. ഇൻറ്റു 100/20 അല്ലേ? $1 lakh അല്ല അവര്? അതെ, ഓക്കെ. 1 lakh. 1 lakh ആണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് കഴിഞ്ഞാൽ അടുത്ത് കാണേണ്ടത് പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹2,50,000 ആണ്. അതായത് 2.5 ലക്ഷം രൂപ സെയിൽസ് ഉള്ളപ്പോൾ പ്രോഫിറ്റ് എത്രയായിരിക്കും? നാലാമത്തെ പോയിന്റ് profit when sales are ₹2,50,000. ഇതാണ് നമ്മുടെ ഹെഡിങ്. അപ്പോൾ സെയിൽസ് 2.5 ലക്ഷം രൂപയാണെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരു എളുപ്പവഴിയുള്ള എന്താണെന്ന് വെച്ചാൽ കോൺട്രിബ്യൂഷൻ കാണാം. കോൺട്രിബ്യൂഷൻ നമുക്കറിയാലോ. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 20% ആണ്. അതിൻ്റെ അർത്ഥം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 20% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സെയിൽസിൻ്റെ 20% ആണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ സെയിൽസ് ഇവിടെ 2,50,000 ആണെങ്കിൽ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? therefore C is equal to 2,50,000 ആണല്ലോ സെയിൽസ്. 2,50,000 ഇൻറ്റു 20%. 25,000 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 50,000. 50,000 ആണ് കോൺട്രിബ്യൂഷൻ വരിക. ഇനി എന്ത് ചെയ്താൽ മതി? therefore പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? സി മൈനസ് പ്രോഫിറ്റ് അല്ല വേണ്ടേ? ഫിക്സഡ് കോസ്റ്റ്. അതിൽ സി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 50,000 മൈനസ് ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫിക്സഡ് കോസ്റ്റ്. ഇല്ല, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടില്ല. ഫിക്സഡ് കോസ്റ്റ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ശരിയാണ്. ഫിക്സഡ് കോസ്റ്റ് 20,000 രൂപ. നമ്മൾ രണ്ടാമത്തെ പോയിൻ്റായിട്ട് സെക്കൻഡ് പോയിൻ്റായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളൊരു ബോർഡ് മാച്ച കാരണം കൊണ്ടാണ് 20,000 ഈസിക്കൽ ടു 30,000 ആണ് ആൻസർ. അതിൻ്റെ അർത്ഥം 2,50,000 രൂപയുടെ സെയിൽസ് നടത്തുകയാണെങ്കിൽ അവിടെ പ്രോഫിറ്റ് എത്രയായിരിക്കും? 30,000 രൂപയായിരിക്കും അവരുടെ പ്രോഫിറ്റ്. അത്രയേ ഉള്ളൂ. അടുത്തത് ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹45,000. ഫിഫ്ത്ത് പോയിന്റ് സെയിൽസ് required to earn a profit of
റുപ്പീസ് 45,000. 45,000 രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയുടെ സെയിൽസ് നടത്തണം? അപ്പോൾ അതിന് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്. റിക്വയർഡ് സെയിൽസ് ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് പി എന്ന് മാത്രമൊക്കെയാണ് നമ്മൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഇവിടെ കുട്ടികൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ഡിസൈഡ് പ്രോഫിറ്റ് എന്ന് എഴുതിയത്. ഡിസൈഡ് പ്രോഫിറ്റ് ആണെന്ന് അറിയാം, എങ്കിലും അങ്ങനെ എഴുതിയെന്ന് മാത്രം. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 20,000 രൂപയാണ്. പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? എത്ര രൂപ പ്രോഫിറ്റ് വേണ്ടത്? 45,000 ആണ്. ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 20/100 ആണ്. അപ്പോൾ 20ഉം 40ഉം 60, 65 അല്ലേ? അപ്പോൾ താഴെ എഴുതുക ഈസ് ഈക്വൽ ടു 65,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 20. ദെൻ 3,25,000. ഇതാണ് നമ്മുടെ 45,000 രൂപ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി എത്ര രൂപയുടെ സെയിൽസ് നടത്തണം? 3,25,000 രൂപയുടെ സെയിൽസ് ഉണ്ടാവണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ തന്നെയാണ്, സെയിം ആണ്, സെയിം മോഡലാണ്. ആ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. പേജ് നമ്പർ 233, 233 അതാണ് പേജ് നമ്പർ. ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. The following data have been obtained from the records of a manufacturing firm. ഒരു മാനുഫാക്ചറിങ് ഫേമിൻ്റെ കയ്യിൽ നിന്നുള്ള അല്ലെങ്കിൽ അവരുടെ റെക്കോർഡ്സാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. 2 ഇയറിലുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സെയിൽസ് ഫസ്റ്റ് ഇയറിൽ 1,50,000, സെക്കൻഡ് ഇയറിൽ 2 lakhs. പ്രോഫിറ്റ് ഫസ്റ്റ് ഇയറിൽ 15,000, സെക്കൻഡ് ഇയറിൽ 25,000. അത് ഇങ്ങനെ കണ്ടാൽ മതി. 2 ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു. കാൽക്കുലേറ്റ് ഫിക്സഡ് കോസ്റ്റ് 2, ബ്രേക്ക് ഈവൻ പോയിൻറ്റ് 3, പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ റുപ്പീസ് 1,70,000. 4, സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 28,000. ഇത്രയാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷനിലേക്ക് ആദ്യം തന്നെ പി വി റേഷ്യോ ആണ്. അപ്പോൾ ആദ്യം ഒന്നാമത്തെ പോയിൻ്റായിട്ട് എന്ത് കൊടുക്കുക? പി വി റേഷ്യോ. പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു, ഇത് 2 വർഷത്തെ തന്നിട്ടുള്ള കാരണം കൊണ്ട് നേരത്തെ അതേ ഇക്വേഷൻ തന്നെ. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഹോൾ ഇൻറ്റു 100. 2 വർഷത്തെ പ്രോഫിറ്റിൻ്റെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 15ഉം 25ഉം 10,000. ഇപ്പോൾ ഇവിടെ 10,000 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് 50,000, 50,000 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 20%. അപ്പോൾ ഇത് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് 2ാമത്തെ പ്രാവശ്യമാണ് സെയിം ക്വസ്റ്റ്യൻ ചെയ്തത്. 1, 2 രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളത് ഫിക്സഡ് കോസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫിക്സഡ് കോസ്റ്റിന് പല ഇക്വേഷൻസ് ഉണ്ടെങ്കിലും ഏറ്റവും എളുപ്പമുള്ളത് കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ആണ്, സി മൈനസ് പി. അപ്പോൾ അതിൽ കോൺട്രിബ്യൂഷൻ
എന്ന് പറയുന്നത് 20% ഓഫ് സെയിൽസ് ആണ്. ദെൻ സി ഈസ് ഈക്വൽ ടു സെയിൽസിൻ്റെ 20%. സെയിൽസ് ഏതെങ്കിലും ഒരു സെയിൽസ് എടുത്താൽ മതി. $1,50,000 20% എന്ന് പറയുമ്പോൾ അപ്പോൾ 15,000 into 2 ദാറ്റ് ഈസ് 30,000 കോൺട്രിബ്യൂഷൻ. ദെൻ എന്ത് ചെയ്യുക? F is equal to C minus P, that is 30,000 minus ഫിക്സഡ് കോസ്റ്റ് കാണാൻ വേണ്ടി F minus P 30,000 മൈനസ് ഫസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് എത്രയാണ്? 15,000. എത്രയാണ്? രണ്ടാമത്തെ ആൻസർ 15,000. മൂന്നാമത്തെ ഇത് രണ്ട് കഴിഞ്ഞാൽ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. തേർഡ് പോയിന്റ് ആദ്യം നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് ഫിക്സഡ് കോസ്റ്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ആണ് എന്ത്? ബ്രേക്ക് ഈവൻ പോയിന്റ്. Break-even point is equal to fixed cost divided by PV ratio. ഫിക്സഡ് കോസ്റ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 15,000 ആണ്. ഇരുപത് ശതമാനമാകുമ്പോൾ 20/100. അപ്പോൾ ഈ 100 ഞാൻ മുകളിലേക്ക് കൊണ്ടുപോയതാണ്. അങ്ങനെ വേണമല്ലോ. ഇസ് ഈക്വൽ ടു ₹75,000 ആണ് നമ്മുടെ എന്ത്? ബ്രേക്ക് ഈവൻ പോയിന്റ്. 75,000 രൂപയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ 75,000 രൂപയുടെ ₹75,000 ആണ് പറഞ്ഞിട്ടുള്ളത്. 75,000 രൂപയുടെ സെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ലാഭവുമില്ല, നഷ്ടവുമില്ല, പ്രോഫിറ്റുമില്ല, ലോസുമില്ല. അടുത്തത് തേർഡ് പോയിന്റ്. പ്രോഫിറ്റ് when sales are ₹1,70,000. നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. സെയിൽസ് 1,70,000 ആണെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ്? അപ്പോൾ അതിനപ്പം തന്നെ നമുക്ക് എഴുതാം. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സി മൈനസ് എഫ്. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. ദെൻ സി ഈസ് ഈക്വൽ ടു സെയിൽസ് 1,70,000 അല്ലേ? 1,70,000 ഇൻറ്റു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പി വി റേഷ്യോ 20% ആണല്ലോ. അപ്പോൾ 17,000 ഇൻറ്റു 2 34,000 ആണ് കോൺട്രിബ്യൂഷൻ. ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് 15,000 ആണ്. Therefore, profit is equal to P is equal to
34,000 minus 15,000 is equal to 15 4 19. 19,000. ഇതാണ് തേർഡിൻ്റെ ആൻസർ, റുപ്പീസ് 19,000. അടുത്തത് നമുക്ക് നാലാമത്തെ പോയിന്റ്, സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 28,000. സെയിൽസ് required to earn a profit of 28,000. സിമ്പിളാണോ? അതായത് ഇത് മിക്കപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. 28,000 രൂപ 28,000 പ്രോഫിറ്റ് കിട്ടാൻ എത്ര രൂപയ്ക്കുള്ള സെയിൽസ് നടത്തണം? ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് കോൺട്രിബ്യൂഷൻ നോക്കേണ്ടി വരും. Contribution required. Contribution required is equal to fixed cost plus profit. F plus P. F എത്രയാ? F എന്ന് പറയുന്നത് മാറ്റില്ല, 15,000. P എത്രയാ? P 28,000 ആണ്. കാരണം റിക്വയർഡ് പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ 28 10 38 38 2 40 43,000 43,000 ആണ് കോൺട്രിബ്യൂഷൻ അല്ലേ? 43,000 രൂപയാണ് കോൺട്രിബ്യൂഷൻ. ഇനി എന്ത് ചെയ്താൽ മതി? സെയിൽസ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ പി വി റേഷ്യോ. അതായത് സെയിൽസ് പി വി റേഷ്യോ എന്ന് പറയുന്നത്, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസിൻ്റെ എത്ര ശതമാനമാണ്, അതാണ് പി വി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം അത് വെച്ച് നമുക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ ഈസ് ഈക്വൽ ടു 43,000 ഡിവൈഡഡ് ബൈ 20/100. അതിനെന്ത് ചെയ്യണം? 43,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 20, 2,15,000 ഈസ് ഈക്വൽ ടു rupees 2,15,000. അപ്പോൾ ഫസ്റ്റ് ആൻസർ പി വി റേഷ്യോ കണ്ടാൽ നമുക്ക് ഇത് ഫിക്സഡ് കോസ്റ്റ് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആദ്യത്തെ ആൻസർ 20% കിട്ടിയത്. രണ്ടാമത്തെ ഫിക്സഡ് കോസ്റ്റ് ആണ്. ഇറ്റ് ഈസ് റിമെയിൻ കോൺസ്റ്റന്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ്. നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ്. ഇവിടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 75,000 രൂപയാണ്, ലാഭവും നഷ്ടമില്ലാത്ത അവസ്ഥ. ദെൻ പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ റുപ്പീസ് 17,000. അപ്പോൾ അവിടെ സെയിൽസ് മാറുന്നതിനനുസരിച്ച് കോൺട്രിബ്യൂഷൻ വ്യത്യാസം വരും. സെയിൽസിൻ്റെ 20% കോൺട്രിബ്യൂഷൻ, അതിൽ മാറ്റമില്ല. അപ്പോൾ ഇത് പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നതാണ്. അത് സാധാരണ ചെയ്യുമ്പോൾ പെട്ടെന്ന് തെറ്റിപ്പോവും. അതായത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ ഒരു കോൺട്രിബ്യൂഷൻ കണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ. ആ കോൺട്രിബ്യൂഷൻ കണ്ടോ, ഇവിടെ ഒരു 30,000 രൂപ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ആ കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അത് തെറ്റാണ്. അവിടെ നമുക്ക് സെയിൽസ് തന്നിട്ടുള്ള കാരണം കൊണ്ട് കോൺട്രിബ്യൂഷൻ സെപ്പറേറ്റ് വേറെ കണ്ടിട്ട് വേണം ചെയ്യാൻ. ബാക്കിയൊന്നും കുഴപ്പമില്ല. പിന്നെ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 28,000 എന്ന് പറയുന്നത് സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 234 25ാമത്തെ ഇല്ലസ്ട്രേഷനാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികളെ ശ്രദ്ധിക്കുക. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ കോസ്റ്റിംഗ് റെക്കോർഡ്സ് കാൽക്കുലേറ്റ് പി വി റേഷ്യോ. അപ്പോൾ അത് സാധാരണ ക്വസ്റ്റ്യൻ തന്നെ. സെക്കൻഡ് പോയിന്റ് ഫിക്സഡ് കോസ്റ്റ്. തേർഡ് പോയിന്റ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഫോർത്ത് പോയിന്റ് പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ റുപ്പീസ് 5 lakh. അഞ്ചാമത്തെ പോയിന്റ് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 2 lakh എന്ന് പറഞ്ഞിട്ട് സാധാരണ പോലെ നേരത്തെ തന്നിട്ടുള്ള പോലെ തന്നെ 2 വർഷത്തെ 2014-ലെയും 2015-ലെയും ഡീറ്റെയിൽസാണ് തന്നിട്ടുള്ളത്. സെയിൽസ് തന്നിട്ടുണ്ട് 6 ലക്ഷവും 8 ലക്ഷവും. ടോട്ടൽ കോസ്റ്റ് 4,80,000 6,30,000 തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം പി വി റേഷ്യോയിലേക്ക് പോവാം. പി വി റേഷ്യോ എന്ന് പറയുന്നത് സാധാരണ പോലെ തന്നെ ഒന്നാമത്തെ പോയിൻ്റാണ്
ആദ്യം നമുക്ക് പി വി റേഷ്യോ 2 വർഷത്തെ തന്നിട്ടുള്ള സ്ഥിതിക്ക് അതിന് നോക്കാനൊന്നുമില്ല. എന്താണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഹോൾ ഇൻറ്റു 100. 2 വർഷത്തെ തന്നാൽ ഇത് ചെയ്യാം. മാത്രമല്ല ഇത് സാധാരണ ചോദിക്കുന്ന കുറേ പ്രാവശ്യം റെഗുലറായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ കോസ്റ്റും സെയിൽസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം പ്രോഫിറ്റ് കാണണം അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് 2014 ഈസിക്കൽ ടു സെയിൽസ് 6 ലക്ഷം, ടോട്ടൽ കോസ്റ്റ് 480. എസ് മൈനസ് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, സെയിൽസ് മൈനസ് കോസ്റ്റ്. അപ്പോൾ 6 ലക്ഷം മൈനസ് 480. 6 ലക്ഷത്തിൽ നിന്ന് 4 പോയ 2 ലക്ഷം, 80 പോയ 120, 1,20,000. ഇനി 2015 ഇനി ഡയറക്റ്റ് എഴുതിയാൽ മതിയല്ലോ. 8 ലക്ഷം മൈനസ് 6,30. 8 നിന്ന് 6 പോയി 2, 2 നിന്ന് 30 പോയി കഴിഞ്ഞാൽ 1,70. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 2014 1,20 2015 1,70. അപ്പോൾ 50,000 രൂപയാണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുന്നു ചേഞ്ച് ഇൻ പ്രോഫിറ്റ് മൈനസ് ചെയ്ത് എഴുതുന്നു വേണ്ടല്ലോ, അറിയാലോ കുട്ടികൾക്ക്. ചേഞ്ച് ഇൻ സെയിൽസ് 6 ലക്ഷം 8 ലക്ഷം, അപ്പോൾ 2 lakh ഹോൾ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 25%. ഇതാണ് നമ്മുടെ ആദ്യത്തെ റിസൾട്ട്, പി വി റേഷ്യോ. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റിനെ നമുക്ക് കാണാനുള്ള എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ, ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ആണ്. കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ്. അപ്പോൾ ആദ്യം കോൺട്രിബ്യൂഷൻ കാണാം. കോൺട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണാം? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് കാണാം, കോൺട്രിബ്യൂഷനാണ്. ദെൻ കോൺട്രിബ്യൂഷൻ്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ആണ് കോൺട്രിബ്യൂഷൻ. പി വി റേഷ്യോ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു വർഷത്തിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ വർഷം തന്നെ എടുക്കാം. Contribution is equal to 25%. That is 6 lakh into 25 divided by 100. ഒരു 1,50,000 ആണ് കോൺട്രിബ്യൂഷൻ. ദെൻ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിലേക്ക് വന്നാൽ കോൺട്രിബ്യൂഷൻ 1,50,000 അല്ലേ, 1,50,000 മൈനസ് പ്രോഫിറ്റ് എത്രയാ? അപ്പോൾ 1,50,000 ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ, മൈനസ് പ്രോഫിറ്റ് 1,00,000
20,000. അപ്പോൾ 30,000. റുപ്പീസ് 30,000. 30,000. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം എത്രയാണ്. ഫിക്സഡ് കോസ്റ്റ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 30,000. അതിൽ മാറ്റില്ല. അപ്പോൾ 30,000 ഡിവൈഡ് ബൈ പി വി റേഷ്യോ 25%. എത്രയാണ് വരിക? 1,20,000. 1,20,000 നമ്മുടെ റിസൾട്ട്. ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ 1,20,000 രൂപയുടെ ബിസിനസ് ഉണ്ടെങ്കിൽ ലാഭവുമില്ല നഷ്ടവുമില്ല. അടുത്ത ഫോർത്ത് പോയിന്റ്, പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ റുപ്പീസ് 5 lakh. അതാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. നമുക്ക് മുകളിൽ എഴുതാം. നാലാമത്തെ പോയിന്റാണ്. പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ റുപ്പീസ് 5 lakh. 5 ലക്ഷം രൂപയാണ് സെയിൽസ് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ്? അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? കോൺട്രിബ്യൂഷൻ കാണാം. C is equal to 25% ആണ്. സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. അഞ്ച് ലക്ഷത്തിൻ്റെ 25% എന്ന് പറയുമ്പോൾ 1,15 ലക്ഷം. 1,25,000. ഇതാണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? P is equal to C minus F. That is, therefore, C എത്രയാ? 1,25,000. F നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് F? 30,000 is equal to പ്രോഫിറ്റ് എന്ന് പറയുന്നത് 95,000. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ്. എപ്പോൾ 5 ലക്ഷം രൂപ സെയിൽസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് 95,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാവും. ഇതും ചോദിക്കാറുണ്ട്, പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ചോദിക്കുന്നു. ഇതും ചോദിക്കുന്നത് തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അടുത്തതാണ് വളരെ കൂടുതൽ ചോദിക്കുന്നത്. ദാറ്റ് ഈസ് സെയിൽസ് required to earn a profit of rupees 2 lakh. രണ്ട് ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്കുള്ള ഐറ്റംസ് നമ്മൾ വിൽക്കണം, അല്ലെങ്കിൽ എത്ര രൂപയ്ക്കുള്ള സെയിൽസ് നടത്തണം? അത്രയേ ഉള്ളൂ. 2 ലക്ഷം രൂപ കിട്ടാൻ എത്ര രൂപയ്ക്കുള്ള സെയിൽസ് നടത്തണം? അപ്പോൾ അതിന് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പഠിച്ചാൽ മതി. റിക്വയർഡ് സെയിൽസ് ഈസ് ഈക്വൽ ടു F plus P. F plus P divided by PV ratio. F ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്?
30,000. പ്രോഫിറ്റ് എത്രയാണ്? ഈ പ്രോഫിറ്റ് നമ്മുടെ മുമ്പത്തെ പ്രോഫിറ്റ് അല്ല, ഈ പ്രോഫിറ്റാണ് വേണ്ടത്. പി വി റേഷ്യോ എത്രയാണ്? ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 25%. അപ്പോൾ 2:30. $2,30,000 is equal to 9,20,000. അപ്പോൾ 9,20,000 രൂപയ്ക്ക് സെയിൽസ് നടത്തിയാൽ നമുക്ക് 2 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടും കേട്ടോ. അപ്പം ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളൂ. ഈ ടോപ്പിക്ക്, അതായത് ഈ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കണം. ഇതിൻ്റെ എന്തൊക്കെ ഡിഫറൻസ് ഉള്ള ഇക്വേഷൻസ് ഉണ്ടെന്ന് നോക്കണം. അതിൻ്റെ എല്ലാ ഇക്വേഷൻസും പഠിച്ചു വയ്ക്കണം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് കടക്കാൻ പറ്റുക. എന്തായാലും ഈ ചാപ്റ്ററിൽ നിറയെ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട്, അല്ലെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യനും പഠിച്ചാലാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും പഠിക്കുക. അധികം ഒന്നും പഠിക്കാനില്ല. ഇപ്പോൾ ഇതിൽ ഈ ഇക്വേഷനൊക്കെയാണ് പഠിക്കാനുള്ളത് കൂടുതലായിട്ടും. മറ്റൊക്കെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്, പി വി റേഷ്യോ ഒക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ അവിടെ നിർത്തുകയാണ്. താങ്ക് യു.